ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ആക്സിലേറ്റർ കേബിളൊക്കെ ഓവറായിട്ട് നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ജാമായിട്ട് വണ്ടി ഓടുന്ന സമയത്തായാലും ഹാൻഡിലും ഒരു ബലമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടറൊക്കെ നോക്കുന്ന സമയത്ത് എയർ ഫിൽട്ടർ ഫുള്ള് ബ്ലോക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊരു ബ്ലോക്കായേക്കാണ്. നമുക്ക് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കുന്നത്, പക്ഷേ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റിയിടേണ്ടതായിട്ട് വരും. എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് മാറേണ്ടത്. അത് രണ്ടും കൂടി ഒപ്പമാണ് മാറ്റി പോവാം. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. CVT ക്ലച്ചാണ്. ഇടയ്ക്ക് നമുക്കത് മെയിൻ്റനൻസ് അത്യാവശ്യമായിട്ടുള്ളൊരു ക്ലച്ചാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്ലച്ച് സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഡ്രൈ ടൈപ്പാണ്. ഗ്രീസിങ് ആണ് നമുക്ക് വരാം. ഓയിലോ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രാങ്കിൻ്റെ ആയാലും ക്ലച്ചിൻ്റെ ആയാലും ഓയിൽ സൈഡിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ഇതതിൻ്റെ വേരിയേറ്റർ, റോളർ, ബോസ് ഡ്രൈവ് ആ അടങ്ങുന്നൊരു യൂണിറ്റാണിത്. അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. തേമാനായാലും നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്കിലേക്ക് CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്ലച്ച്, വെയിറ്റ് സെറ്റ്, റോളർ, പിന്നൊക്കെ വന്ന യൂണിറ്റാണ്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ തുരുമ്പാണ് ഈ കാണുന്നത്. തുരുമ്പിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്ലച്ച് ഷൂ ഒക്കെ പിന്നുമ്പോൾ ചെറുതായിട്ട് ഒരെണ്ണം ടൈറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തു. ക്ലച്ചിൻ്റെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും CVT ക്ലച്ചൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും 10,000 കിലോമീറ്റർ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ്. 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ. അപ്പോൾ നമ്മൾ എല്ലാ സർവീസിലും നമ്മൾ അഴിച്ച് നോക്കും. ഗ്രീസിങ് ആവശ്യമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ പോലും 10,000 കിലോമീറ്റർ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് ഈ സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ ക്ലച്ച് ഗ്രീസിങ് എന്ന് പറയുന്നത്. കംപ്ലൈൻറ്റ് വന്നിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, വരാതിരിക്കാനാണ് കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റിൻ്റെ ഈ സെൻട്രൽ പോർഷനിലേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സർവീസിൽ നമുക്ക് മാറ്റണമെന്നില്ല. നെക്സ്റ്റ് സർവീസിലായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. കൂടുതൽ കംപ്ലയിൻറ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കത് മാറ്റിയിടാം. ഹോണ്ട കമ്പനി ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കണതൊക്കെ കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ സെൽഫുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിയാണ് അതിൻ്റെ ഒരു പ്രശ്നക്കാരനായിട്ട് വരാം. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. ബാറ്ററി നമുക്ക് 4 ആമ്പിയറിൻ്റെ ബാറ്ററി വന്നേനെ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.68 ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ ആവറേജ് കുഴപ്പമില്ല. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ 12.68 ആ റേഞ്ച് വോൾട്ട് ഉണ്ടെങ്കിലും ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുക. അപ്പോൾ അതുകൊണ്ടായിരിക്കണം നമുക്ക് ആ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് ഇടയ്ക്ക് കാണിക്കുക. പ്രത്യക്ഷത്തിലല്ലാണ്ട് നമ്മൾ നോക്കുമ്പോൾ വേറെ പ്രോബ്ലംസൊന്നും വണ്ടിക്കുള്ളതായിട്ട് കാണുന്നില്ല. ബാറ്ററി കറക്റ്റായിട്ട് പവർ കറക്റ്റ് ആംബിയർ കിട്ടാതെ വരുമ്പോഴായിരിക്കും ആ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുക. ഇപ്പോൾ സെൽഫ് അടിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ വലിയ താമസമില്ലാണ്ട് മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റിലേക്ക് വരും. അതായത് സെൽഫ് അടിച്ചാൽ കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. അതിൻ്റെ കാരണം ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് ആ കംപ്ലയിൻറ്റ് ഇല്ലാതിരിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ആ വണ്ടി ഓടുന്ന സമയത്ത് നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യുന്നത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളാണ്. അപ്പോൾ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഔട്ടർ ടൈറ്റായേക്കാണ്. ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും വലിയാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കുറവാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കംപ്ലയിൻറ്റ്. ആ ബ്രേക്ക് കേബിൾ ചേഞ്ച് ചെയ്തിട്ടാലാണ് ആ ഭാഗം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, ആ കംപ്ലയിൻറ്റ് മാറ്റാൻ പറ്റുള്ളൂ. ഇനി പറഞ്ഞ രീതിക്ക് നമ്മൾ അതിൻ്റെ പ്ലഗിൻ്റെ കേസ് പറഞ്ഞിരുന്നു. പ്ലഗും എയർ ഫിൽട്ടറും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. കൂട്ടത്തേക്ക് നമ്മൾ മാറ്റി പോകുന്നുണ്ട്. അത് കൂടാതെ കൊണ്ടുള്ള കംപ്ലയിൻ്റാണ് ആക്സിലേറ്ററിൻ്റെ കംപ്ലയിൻറ്റ്. ആക്സിലേറ്റർ നമ്മൾ ഓവറായിട്ട് റേസായിട്ട് നിൽക്കുന്ന കംപ്ലയിൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് ആക്സിലേറ്റർ കേബിൾ എന്ന് പറയുമ്പോൾ 2 കേബിൾ വരാം. ഇതിൻ്റെ ഉള്ളിൽ വന്ന ഈ 2 കേബിളുകളാണ്. അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് രണ്ടും കൂടി ഒപ്പം മാറ്റേണ്ടതായിട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും ഏകദേശം ഒരേപോലെ തന്നെയാണ് പഴക്കം. കംപ്ലയിൻറ്റ് കാണിക്കുന്നതും ഒരേ ഇത് തന്നെയാണ്. അപ്പോൾ അത് മാറ്റിക്കളയാനാണ് ബെറ്റർ. അത് നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് ഈ ആക്സിലേറ്റർ കേബിൾ ചേഞ്ച് ചെയ്യാന്ന് പറയുക. കാരണം അത് നമുക്ക് ബോഡി ഫുള്ളായിട്ട് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. മൊത്തം അഴിച്ചാലാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ലോക്ക് ചെയ്താണ് കേബിളുകൾ പോയേക്കാം. അപ്പോൾ അത് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, ആ ഔട്ട് സൈഡ് വർക്കാണ്. അതായത് അതിന് പുറമെ വന്ന വർക്കാണ്. കേബിളും ലേബർ ചാർജ് എല്ലാം കൂടിയിട്ട് വരുമ്പോൾ നമുക്ക് അതിന് മാത്രം നമുക്ക് 850 രൂപയോളം നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ 2 എണ്ണം അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് അടക്കം വരും കേട്ടോ. അതുകൂടാതെ കൊണ്ട് അതിന് പുറമെയാണ് നമുക്ക് ജനറൽ സർവീസ് വരാം. പിന്നെ പാർട്സുകൾ, ഓയിൽ ചേഞ്ച്, ബ്രേക്കിൻ്റെ കേബിൾ, അതെല്ലാം വരും.
അപ്പോൾ അപ്രോക്സിമേറ്റ് നമുക്ക് ഈ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോയും കൂടി ഞാൻ വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കി കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം കേട്ടോ. റിപ്ലൈ കിട്ടിയാൽ നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പരമാവധി നേരത്തെ ചെയ്യാനായിട്ട് നോക്കാം.